welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് നല്ലൊരു അടിപൊളി വെറൈറ്റി ചാലഞ്ച്, നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ചാലഞ്ച്. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ ക്രിസ്മസ് ആവുന്ന സമയത്ത് ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കും. അതുപോലെ ഞങ്ങൾ 4 പേരും കൂടി ഇന്ന് ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കാൻ പോവാണ്. അതായത് നമുക്കിപ്പോ ഗിഫ്റ്റ് തരുമ്പോ സാന്റി ആണല്ലോ ഗിഫ്റ്റ് തരിക. അപ്പൊ ഇന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അതായത് പക്ഷെ ആർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്? നമ്മൾ അങ്ങനെയല്ലേ, ക്രിസ്മസ് ഫ്രണ്ട് ആർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് തുടക്കത്തിലാണ് ക്ലാസ്സിൽ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ചിലപ്പോ നമുക്ക് ഇഷ്ടമല്ലാത്ത നമ്മളെ ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് കിട്ടുക. പക്ഷെ എന്നാലും നമ്മൾ നല്ല ഗിഫ്റ്റ് വാങ്ങിക്കും. അപ്പൊ ആർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇപ്പൊ പറയില്ല. അത് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ മാത്രമേ ആർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയുള്ളൂ. നമ്മൾ ഇവിടെ ഒരു ബോക്സിൽ 4 പേരുടെയും പേര് ഇതിന്റെ ഉള്ളിൽ എഴുതി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വന്നിട്ട് ഓരോരുത്തരും ഇതിന്ന് ഓരോരുത്തരുടെ പേര് വീതം സെലക്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇവിടെ 4 കാർഡ്സ് ഉണ്ട്. ഈ 4 കാർഡ്സിൽ നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിലുള്ള ഗിഫ്റ്റ് വാങ്ങാനുള്ള ബജറ്റും ഉണ്ട് ഗൈസ്. പക്ഷെ അത് എത്രയാണെന്ന് ഞങ്ങളുടെ അടുത്ത് കാക്ക പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ബജറ്റിനനുസരിച്ച് അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ നമ്മളിത് ഇവിടെ വന്നിട്ട് പേര് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിന്ന് ഒരു കാർഡ് എടുത്തിട്ട് നമ്മൾ 2 മണിക്കൂറിനുള്ളിൽ ഓടിപ്പണിഞ്ഞ് ഏറ്റവും നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് മേടിച്ചിട്ട് നമ്മളെ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കണം. അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോഴല്ല, നമ്മൾ ഓരോരുത്തരായിട്ട് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഫസ്റ്റ് ഞാനാണ് സെലക്ട് ചെയ്യുന്നത്. ഇവരൊക്കെ പുറത്തു പോയിട്ട് എല്ലാവരും ഞാനവരൊക്കെ ഇവിടുന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഇനി ഗൈസ് നമുക്ക് നോക്കാം ആരാണ് എന്റെ ക്രിസ്മസ് ഫ്രണ്ട്. 5 ആണോ, ശ്രീ ആണോ, കാക്കാണോ നോക്കാം. എനിക്ക് കിട്ടിയത് കാക്ക എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കും? ശ്രീക്ക് 5 ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനൊക്കെ അറിയാം. പക്ഷെ കാക്കയ്ക്ക് പ്രത്യേകിച്ച് ഡ്രസ്സ് അല്ലാതെ വേറെ ഒന്നും വാങ്ങിക്കൊടുക്കാറില്ല. എന്നാലും കുഴപ്പമില്ല ഗൈസ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് എത്ര ബഡ്ജറ്റ് ഉണ്ട് എന്നുള്ളത് നോക്കാം. ഗൈസ് 1000 രൂപയാണ് നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ബഡ്ജറ്റ്. 1000 രൂപയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൈസ് നമുക്ക് ഡ്രസ്സ്, ടീഷർട്ട് വാങ്ങിക്കൊടുക്കാം, ഷൂ വാങ്ങിക്കൊടുക്കാം. അല്ല, എല്ലാം കൂടെ വാങ്ങാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ വാങ്ങി വരാം. അങ്ങനെ ഗൈസ് ഞാൻ എന്റെ ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. ആരെയാണ് കിട്ടുക നമുക്ക് നോക്കാതെ. എനിക്ക് ഷാമിനെയാണ് കിട്ടിയത്. ഷാമിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഗൈസ് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ അവർക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് കിട്ടിയ ബഡ്ജറ്റിനുള്ളിൽ നമുക്ക് നല്ല അടിപൊളി ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാം. ബഡ്ജറ്റ് എത്ര ഉണ്ട് നോക്കട്ടെ. 1000 രൂപയാണ് ഗൈസ് ബഡ്ജറ്റ്. ഇതിന്റെ ഉള്ളില് നല്ലത് മേടിച്ചു കൊടുക്കാൻ പറ്റും. എനിക്ക് ആരെ കിട്ടുന്നത് നോക്കാട്ടോ. ശ്രീനാണ് ഗൈസ് എനിക്ക് കിട്ടിയത്. ഓക്ക് ഇപ്പൊ വാങ്ങാൻ പറ്റി കുറെ സാധനങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ വാങ്ങാൻ. ഇന്ന് പക്ഷെ ആർക്കെങ്കിലും കിട്ടിയെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. 1000 രൂപയാണ് കിട്ടിയത്. 1000 രൂപയ്ക്ക് കുറെ സാധനങ്ങൾ വാങ്ങാൻ പറ്റും. നമുക്ക് ശ്രീക്ക് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഗിഫ്റ്റ് സെറ്റ് ആക്കി ഗൈസ്. നിന്റെ ഫ്രണ്ട് ആരാ നോക്കുക ഗൈസ്? ഒറ്റ ബാക്കിയുള്ളൂ. 5 ആണ് ഗൈസ് ബഡ്ജറ്റ്. എനിക്ക് ആദ്യം അറിയാം, കാരണം ഞാൻ വെച്ച പൈസയാണല്ലോ. അപ്പൊ 1000 രൂപ ഉണ്ട്. നമുക്ക് 5ക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്മസ് ഫ്രണ്ടിലുള്ള ഗിഫ്റ്റ് വാങ്ങാൻ ഇന്ന് കിട്ടുന്നവരുടെ ശ്രദ്ധയ്ക്ക് എനിക്ക് എന്തൊക്കെ ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് എല്ലാവരും ഇന്ന് കിട്ടുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആഗ്രഹങ്ങളൊക്കെ ഇന്ന് കിട്ടുന്ന ഒരു ശ്രദ്ധയ്ക്ക് എനിക്ക് കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും നല്ല ഈ കളറിലുള്ള എന്തെങ്കിലും വാങ്ങി കൊടുക്കേണ്ടത്. 2 മണിക്കൂർ മാത്രമേ സമയമുള്ളൂ. അതിനുള്ളിൽ നമ്മൾ ഗിഫ്റ്റ് മേടിച്ച് പൊതിഞ്ഞ് എവിടെ തിരിച്ചെത്താം. എനിക്ക് തോന്നുന്നു 5ക്ക് ശ്രീക്കാണ് എന്നെ കിട്ടിയത്. പക്ഷെ പാവം കണ്ടിട്ട് ശ്രീക്കാണ് എന്നെ കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പൊ കള്ള ലക്ഷണം എനിക്ക് തോന്നുന്നു 5ക്കാണ് എന്നെ കിട്ടിയതാണ്. 5 ആയിട്ട് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞത് എനിക്ക് കിട്ടിയത്. കുറെ നേരമായി എല്ലാരും നിരീക്ഷിച്ചോണ്ട് നടക്കുന്നത്. ഞങ്ങൾക്കൊന്നും ആ സ്വഭാവമില്ല. ഇവള് മാത്രമാണ് ചെയ്തോണ്ടിരിക്കുന്നത്. രസമല്ലേ ഗൈസ്? ഇങ്ങനെ ക്ലാസ്സിലൊക്കെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് സല്ലുവിനാരെയാ കിട്ടിയ? സല്ലു എല്ലാവർക്കും നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള വലിയ ഗിഫ്റ്റ്. അങ്ങനെ മോളിലെത്തി. ഇവരും കൂടെ എത്തിയിട്ടുണ്ട്, ഞങ്ങളും ഉണ്ട് കൂടെ. എല്ലാരും കൂടെ ഒറ്റ സ്ഥലത്തേക്ക് പോയി വന്നു പോയത്. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, ഇവിടെ ഞാനിപ്പോ പറയും ഇവിടെ ഭയങ്കര ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് ഗൈസ്. ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല രസമുണ്ട് ഇവിടെ. നല്ല വീട്ടില് അങ്ങനെ ഗൈസ് ഷാമിനെ പറഞ്ഞു വിട്ട്. ഇതിപ്പോ ഞാനും ഷാമി, 5 സല്ലു എല്ലാം ഇപ്പൊ ഈ ഒരു മോളിലാണ് ഉള്ളത്. അപ്പൊ എനിക്ക് ഷാമിനല്ലേ കിട്ടിയത്. എനിക്ക് വെറൈറ്റി ആയിട്ട് അവൾക്ക് കുഞ്ഞാൻ പറഞ്ഞല്ലേ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് നമുക്ക് തപ്പി പിടിക്കാം. ഞാനിത് അവിടെ ഹൈലൈറ്റ് മോളിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും മോട്ടൻ കണ്ടോ വന്നത്. അപ്പൊ നമുക്ക് വേഗം മിനിസോയിൽ കയറാം. ശ്രീക്ക് പറ്റിയ സാധനങ്ങൾ അവിടെ ഉണ്ടാവും. ഇത് കണ്ടോ പോകുന്നത്. ഓൾ ഇങ്ങോട്ട് തന്നെ വരുന്നു എനിക്ക് തോന്നുന്നു. പോ
ഇവിടെ വലിയൊരു ക്രിസ്മസിൻ്റെ ട്രീ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. ഗൈസ് ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് ഗൈസ്, എന്ത് എടുക്കണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അഞ്ചിക്ക് ശ്രീക്കോ കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയാം അവർക്ക് ഇഷ്ടപ്പെട്ട, ഇപ്പോൾ ശ്രീക്കാണെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടമാണ്, അഞ്ചിക്കാണെങ്കിൽ ചെരുപ്പ് ഇഷ്ടമാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇഷ്ടമാണ്. പക്ഷെ കാക്ക് എന്തൊക്കെ ഇഷ്ടമുള്ളതെന്നുള്ള ഡ്രസ്സ് ഇഷ്ടമാണ്, ക്രിക്കറ്റിൻ്റെ സാധനങ്ങൾ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഒരുപാട് സാധനങ്ങളൊന്നും ഇഷ്ടമുള്ളതില്ല. അപ്പോൾ എന്തെടുക്കണം എന്ന് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഗൈസ്. ഞാനിപ്പോൾ പോകുന്നത് മിനിസോയിലേക്കാണ്. അപ്പോൾ അവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ മിനിസോയിലേക്ക് കയറുമെന്ന് എനിക്കറിയാം. ഇതൊക്കെ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ശ്രീക്ക് ഒരു പർപ്പിൾ കളറിലുള്ള എടുക്കാൻ പറ്റും. ഞാൻ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടു. ഞാൻ നോക്കിയപ്പോൾ 5 ഉണ്ട് മിനിസോയിലേക്ക് കയറുന്നത്. അപ്പോൾ ഷാമി മിക്കവാറും മിനിസോ തന്നെ ആയിരിക്കും എയിം ചെയ്തിട്ടുണ്ടാവുക. എനിക്ക് ആക്ച്വലി അവിടെ തന്നെ ഇരുന്ന് എടുക്കാണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നേരം ഇവിടേക്ക് കറങ്ങിയിട്ട് അവർ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നേരെ മിനിസോയിലേക്ക് കയറാം. ഗൈസ് ഒരാളിതേ ഇവിടെ വ്ളോഗും ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും കണ്ടുപിട്ടിരിക്കുന്നു. അതെ, ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ടുപിടിച്ചു. ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ, എന്റെ വീട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ കറങ്ങി അടിച്ചോണ്ട് നടക്കുക മൊത്തം ഞാൻ നടന്നിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇതൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ പെർപ്പിളായിട്ട്. പിന്നെ ഞാൻ വിചാരിച്ച പോലത്തെ സാധനങ്ങളൊന്നും ഇവിടെ കാണാനില്ല, വേറെ സ്ഥലത്ത് പോകേണ്ടി വരും. ഗൈസ് ഇത് ഞാൻ എടുത്തിട്ടുണ്ട് തൽക്കാലത്തേക്ക് ഒരു പർപ്പിൾ കളറിലായിട്ട്. ഗൈസ് അങ്ങനെ നമ്മളിത് ഫൈനലി നെസ്റ്റോയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ ഇപ്പം തന്നെ 2 കട കയറി. അവിടെ ഒന്നും നോക്കി കറക്റ്റായിട്ടുള്ള ഒരു 1000 രൂപേൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഗൈസ്. ഇപ്പം ഇവിടെ കുറേ ടെഡി കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കി നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. ഗൈസ് ഈ ടെഡീസൊക്കെ നല്ല രസമുണ്ട്, പക്ഷേ ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്നത് തന്നെയായിപ്പോയി. ഇതിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നല്ല രസമല്ലേ ഗൈസ്? ഇതിന് 700 രൂപയേ ഉള്ളൂ. കൊള്ളാം, രസമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിയും രസമുള്ളത് ഈ ഒരു പ്രൈസിന് കിട്ടും. നമുക്ക് വേറെ നോക്കാം. ഗൈസ് ആദ്യം ഞാൻ വെസ്റ്റ് സൈഡിൽ കയറി. അവിടെ നല്ല രസമുള്ള ടീഷർട്ടുകൾ ഉണ്ട്, പക്ഷേ അതിനൊക്കെ 1299 ആണ്. അതുകൊണ്ട് നമ്മളെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ല. അപ്പോൾ ഞാൻ മാക്സ് കയറിയതാണ്. ഇനി ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ടീഷർട്ട് വാങ്ങി കൊടുത്താലോ? ഗൈസ് ഇവിടെ നല്ലൊരു ഡ്രസ്സ് കണ്ടിട്ടോ, പക്ഷേ 2500 രൂപയാണ്. നമ്മൾ ആകെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. ഇത് കണ്ടോ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ക്രിസ്മസ് വൈബും ഇതിനുണ്ടായിരുന്നു, ആ ഒരു ഗ്രീനും റെഡ് എല്ലാം കൂടെ ആയിട്ട്. പക്ഷെ നമുക്ക് വാങ്ങാൻ പറ്റില്ല. ഇനി നമുക്ക് ഗിഫ്റ്റായിട്ട് ഇപ്പോൾ ഇക്കാക്ക് ക്രിക്കറ്റൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് നോക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതൊക്കെ ഇവിടുത്തെ പുൽക്കൂട് കാണാൻ നല്ല രസമുണ്ട്. ഗൈസ് ഒരു രക്ഷയില്ല, നമ്മളിതേ നെസ്റ്റോന്ന് ഇറങ്ങിയിരിക്കുകയാണ്. കാര്യം അവിടെ ഒന്നും ഇല്ല ഗൈസ്. ഈ ഒരു 1000 രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് ക്യൂട്ടായിട്ട് വല്ലത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നെസ്റ്റോന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഞാൻ അടുത്ത കടയിലേക്ക് കയറുകയാണ് ഗൈസ്. ഞാനൊരു ക്രിസ്മസ് ട്രീ കണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിന് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ശ്രീക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. ഗൈസ് ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ക്രിസ്മസ് ട്രീ. ഈ ലൈറ്റ് നല്ല വിലയാണ്. അപ്പോൾ നമുക്ക് വേറെ ലൈറ്റ് വാങ്ങിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. അങ്ങനെ ഗൈസ് കാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സാധനം എടുത്തിട്ടുണ്ട്. ബോൾ എടുത്തിട്ടുണ്ട് കേട്ടോ, ക്രിക്കറ്റിൻ്റെ. ഇനി ബാക്കി നമുക്ക് എന്തെടുക്കാൻ നോക്കാം. അങ്ങനെ ഗൈസ് ഞാനിതേ മോളിൽ നിന്ന് ഇറങ്ങി. എച്ച് മാർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. കാര്യം മോളിൽ നിന്ന് കാര്യമായിട്ട് ഒന്നും കിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടുന്നോ നോക്കാം. ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു കാർഡ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിലേതെങ്കിലും കൂടി ഒന്ന് ആഡ് ചെയ്യാം. ഇത് കണ്ടില്ലേ, നല്ല രസമുണ്ട്. ചെറുത് ഇത് കണ്ടോ, നല്ല കുഞ്ഞു ബുക്ക്. പക്ഷേ ഇത് ഭയങ്കര ചെറുതായിപ്പോയി. ഈ കുഞ്ഞു ബുക്കിനാണെങ്കിൽ നല്ല വിലയാണ്, അപ്പോൾ ഇതും പറ്റില്ല. അങ്ങനെ ഗൈസ് നമ്മൾ ഹൈലൈറ്റ് മോളിൽ നിന്നും ഇറങ്ങി, എഡ്യു മാർട്ടിൽ നിന്നും ഇറങ്ങി. ഞാനിപ്പോൾ അതേ 4ാമത്തെ കടയിലാണ് ടോട്ടൽ നിൽക്കുന്നത്. ഇവിടെ ഞാൻ എപ്പോഴും വരുന്നതാണ് ഗൈസ്. ഇവിടെ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാനൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ കുഞ്ഞു കവറാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ വേറൊരാളും കൂടി ഉണ്ട്. ഇത് കണ്ടോ, ഒരു കുഞ്ഞു സാന്റ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ, ഇത് നമുക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഷാമിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് നമ്മൾ അറിയുന്ന ആൾക്കാരാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് ഇവിടെ ഒരു ഹാമ്പർ പോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നിറച്ചിട്ട് ഷാമിക്ക് കൊടുക്കാം. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഏതെടുക്കണം എന്നുള്ളത് ഞാൻ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയാണ്. പക്ഷേ വന്നപ്പോൾ തന്നെ 2-3 ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒന്ന് ചേച്ചി ആ ഒരു ക്ലോക്ക് എടുത്തരാമോ, കുഞ്ഞ്. ഇത് കണ്ടോ, ഇതും ഭയങ്കര കുഞ്ഞാണ്. നമ്മുടെ ഈ ഹാമ്പറിലേക്ക് കറക്റ്റ് സെറ്റായിട്ട് വരുന്നതാട്ടോ. ആ ഹാമ്പറിലേക്ക് നമുക്ക് ഈ കുഞ്ഞ് സാന്റനെ വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് എന്താ എടുക്കുക, ഈ 2 ഇത് ഗൈസ് ഇത് കണ്ടില്ലേ, 2 കുഞ്ഞ് ടെഡിയാണ്. ഒരു പിങ്ക് ടെഡി ഉണ്ട് ഒരു കവറിൻ്റെ ഉള്ളിൽ,
ഒരു ബ്രൗൺ ടെഡിയും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നല്ല രസം ഉണ്ടാവും. അപ്പോൾ ഇതും ഇരിക്കട്ടെ. നമ്മളങ്ങനെ ആ ടെഡീനെ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു കുഞ്ഞ് കീ ചെയിൻ പോലെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഷാമിക്ക് വേണമെങ്കിൽ ഇത് കീ ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ഹാമ്പറിൽ ഇപ്പോൾ ടോട്ടൽ 4 സാധനമായി. അവസാനം ഞാനിത് ഈ ഒരു മാനിനെയും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ തൂങ്ങി കിടക്കുകയായിരുന്നു. ഇവിടെ ഒരുപാട് സാധനങ്ങൾ തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ പോയി തപ്പി പിടിച്ചതാണ് ഇതിനെ. ഇത് ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് നമ്മുടെ ഗിഫ്റ്റിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ടോട്ടൽ എത്ര പ്രൈസ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇതേ ഒരു ബുക്കും പേപ്പറും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മേടിച്ച ഗിഫ്റ്റിന്റെ പ്രൈസ് കൂട്ടാൻ പോവാണ്. നമുക്ക് ആദ്യം തന്നെ ഈ കുഞ്ഞു ക്ലോക്കിൽ നിന്ന് തുടങ്ങാം. ഇതിന് എത്രയാണ് ചേച്ചി? ക്ലോക്ക് 80 രൂപ. പിന്നെ ടെഡി 50, 2 ടെഡി നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസിന്റെ പോലത്തെ ഈ സംഭവത്തിന് 40. പിന്നെ എന്താ ഈ ബാസ്ക്കറ്റ് 110. പിന്നെ ഇനി എന്താ ഉള്ളത്? സാന്റ ഒരു കുഞ്ഞ് സാന്റ ഉണ്ടായിരുന്നു ഗൈസ്. ഈ സാന്റയ്ക്ക് 80. അവസാനം നമ്മൾ മേടിച്ചത് ഈ ഒരു മാനിന് എത്ര രൂപയായിരുന്നു? 200 രൂപ. അപ്പൊ ടോട്ടൽ നമുക്ക് ഇത് കൂട്ടി നോക്കാം ഗൈസ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ കൂട്ടി വരുമ്പം ടോട്ടൽ 610 രൂപയാണ് വരുന്നത്. അപ്പൊ ടോട്ടൽ നമുക്ക് 610 രൂപയാണ് എന്ന് വെച്ചാൽ ഏകദേശം 390 രൂപ എനിക്ക് ഇനിയും ബാക്കിയുണ്ട് ഗൈസ്. അപ്പൊ ആ 390 രൂപ വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും അടിപൊളി ഗിഫ്റ്റും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഹാമ്പർ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളിത് ഫൈനലി നമ്മുടെ ഹാമ്പർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മേടിച്ച ടെഡീൻ്റെ ഒക്കെ ഒരു കവറാണ് കേട്ടോ. അതവിടെ നിന്നോട്ടെ. ഇതാണ് നമ്മുടെ ഹാമ്പർ വരുന്നത്. അതിൽ ടോട്ടലി ഹാമ്പർ അടക്കം 7 സാധനങ്ങളാണുള്ളത് കേട്ടോ. കണ്ടില്ലേ, നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഞാൻ കാർക്ക് വേണ്ടിയിട്ട് ഒരു പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അത് ഇങ്ങനത്തെ ഒരു കണ്ണാടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും എഴുതണം. പിന്നെ അതേ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ക്യാൻഡിലും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഒരു 250 ഉണ്ടാവും. അതിന് നമുക്ക് ബാക്കി നോക്കാം. ഞാനത് വീട്ടിൽ നിന്ന് തപ്പി പിടിച്ചൊരു പെട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളിപ്പോ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗിഫ്റ്റ് കൈമാറുന്ന ഒരു സമയമാണ്. എന്റെ ഗിഫ്റ്റിന്റെ കയ്യിലുണ്ട് ഗൈസ്. കയ്യിലുണ്ട് ഗൈസ്. ഞാൻ അഥവാ ഇതിന് നോക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പറയുന്നത് ഞാൻ ഈ പരിസരത്തേക്ക് എടുത്തിട്ടില്ല. കാരണം അത് അങ്ങനത്തെ ഒരു ഗിഫ്റ്റാണ്. ഞാനിപ്പോ എടുക്കൂല. അപ്പൊ നമുക്ക് തുടങ്ങാം. ആരെയാണ് കിട്ടിയത് വെച്ചാൽ അയാൾക്ക് കൊടുക്കാം. ഗസ് നിങ്ങള്. എനിക്കാണ്. എന്റെ എക്സ്പ്രഷൻ ഒക്കെ കണ്ടിട്ട് സല്ലൂന് കാക്കിനാണ് ഗസ് എനിക്ക് കിട്ടിയത്. എന്റെ 2023 ക്രിസ്മസ് ഫ്രണ്ട് കാക്കാണ്. ഷാമിന്റെ കൈ കൊണ്ട് ആദ്യമായിട്ട് കിട്ടുന്ന ഗിഫ്റ്റാണ് ഗൈസ്. ഞാൻ ഹെൽപ്പ് ചെയ്യണം സല്ലു. ഞാൻ ഗിഫ്റ്റ് എന്തൊക്കെയുണ്ട് അതിന്റെ ഉള്ളിൽ? ക്യാമറ 1000 രൂപ ഉണ്ടല്ലോ. കുറച്ചൊക്കെ വാങ്ങിയിട്ട് ബാക്കി എടുത്ത സല്ലു. ചെറുത് ഞാനാണ് കേട്ടോ ക്യാമറ എടുക്കുന്നത്. സല്ലുവിന്റെ റൂമിൽ ഇങ്ങനെ തൂക്കി കൊടുക്കാം അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനത്തെ കുറെ കുഞ്ഞു കുഞ്ഞു കിട്ടുമ്പോഴല്ലേ എന്താ എഴുതിയ നോക്കാം. ജസ്റ്റ് ഫോർ യു. എന്തോ ഉണ്ട്, ലെറ്റർ ഉണ്ട്. മേരി ക്രിസ്മസ്. ക്രിസ്മസ് മാത്രമേ നേരെ പുറകിൽ എഴുതി കൊടുത്തു. ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് തുറക്കാം. എഴുതാൻ തുടങ്ങാം ഗൈസ്. എന്താ അത്? കാര്യമായിട്ട് ബോള്. നല്ല അടിപൊളി ബോളാണ് ഗൈസ്. അതെനിക്ക് ഇഷ്ടമായി ഗൈസ്. ഇത് നമ്മളിന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. ഇവിടെ ഇങ്ങനത്തെ ഒന്ന് വാങ്ങിച്ചു തരുന്നത്. ഞാൻ ബാറ്റ് നോക്കി. അല്ല, ബാറ്റിന് 1500 ആണ് സ്റ്റാർട്ടിങ്. പിന്നെ 4000 6000 കളർ. പിന്നെ ഓൾറെഡി അവിടെ ഒരു ബാറ്റ് ഉണ്ട് നല്ലത്. ചെറിയ ബാറ്റ് നോക്കാം. വലുതുണ്ടായിട്ട് ചെറുത് തുറന്നു നോക്കുന്ന കാക്കേ. പക്ഷെ ആ പാക്കറ്റ് നല്ല രസമുണ്ട്. ക്യൂട്ട് ആയിട്ട്. ഇത് ലൈറ്റ് ആണ്. നല്ല ഭംഗിയുള്ള ലൈറ്റ്.
ഇതിന്റെ ടേബിളിൽ ഓക്കെ ഒന്നിതായി, ഒരു ബോളായി, ഒരു ലൈറ്റായി, പിന്നെ ലൈറ്റ് കത്തിച്ചു വെക്കാം. ലൈറ്റ് കത്തിച്ചു പിന്നെ കാർഡ് ഇതാ കാർഡ് ആ കാർഡായി സ്റ്റാറായി അമ്പോ കൊറേ ലാസ്റ്റ് ഗിഫ്റ്റ് ഗൈസ്. എന്തോ അടിപൊളി പാക്കേജിംഗ് ആണല്ലോ. പെർഫ്യൂം പെർഫ്യൂമോ? ഞാൻ തീരെ പ്രതീക്ഷയില്ല. ഇതെല്ലാം കൂടി 1000 രൂപ ഉണ്ട്. ഇതിന് 500 രൂപ, ഇതിന് 200 രൂപ, 700, ഇതിന് എത്ര രൂപ? 40, ഇതിന് കണക്ക് പറയാ, ഇതിന് 30, ഇതിന് 40, 50 അങ്ങനെ എന്തോ, ഇതിന് 80, കവറിന് 80. പെർഫ്യൂം അൺബോക്സ് ചെയ്യാൻ പോവാണ് ഗൈസ്. സ്മെല്ല് എങ്ങനെ ഉണ്ട്? ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവിടുന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. നല്ല സ്മെല്ലാണ് ഗൈസ്. നല്ല സ്മെല്ലല്ലേ? അപ്പൊ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഞാൻ എന്റെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഞാൻ എന്റെ ഗിഫ്റ്റ് ആത്ത് എടുത്ത് വെച്ചിട്ട് അതിനെടുത്ത് അത് ഭയങ്കര സീക്രട്ട് ആണെന്ന് തോന്നുന്നു. കൂടെ കാണിച്ചിട്ടേ ഇല്ല. കണ്ണടച്ചേ കണ്ണടച്ചേ ഇപ്പൊ നോക്കണ്ട കേട്ടോ. ഇതാണ് ഗൈസ് ഞാൻ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ്. റാപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ട്രാൻസ്ഫർ കണ്ടു നോക്കരുത് ഗൈസ്. ഞാൻ ആർക്കാണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കണ്ടു വന്നാൽ മതി. ഞാൻ കൈയൊക്കെ നീട്ടിയിട്ടുണ്ട്. എന്റെ ക്രിസ്മസ് ഫ്രണ്ട് ഷാമിയാണ്. എന്തോ ഹാപ്പറാണ്. അതിന്റെ ഉള്ളില് നല്ല രസമുണ്ട്. ഞാൻ തോന്നണ്ട് ഞാൻ നല്ല കാണിച്ചു തരാം. ഈ ലാമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത കഴിച്ച ഒരു കൊട്ട നിറയെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ട്. കുഞ്ഞി ടെഡി ബിയർ ഉണ്ട്, അത് നല്ല രസമുണ്ട്. കുഞ്ഞി നല്ല രസമുണ്ട്. അടുത്തത് നല്ല രസമുണ്ട് അല്ലേ? അത് നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തത് കഴിച്ച ഒരു കുഞ്ഞു ടെഡി ബിയർ ഉണ്ട്. ഇതെന്താണ്? കാർഡ്. മെരി ക്രിസ്മസ് എഴുതിയൊരു കാർഡ് ഉണ്ട്. പിന്നെ ഈ ഒരു സാധനം ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്രിസ്മസ് തീമിൽ കറക്റ്റ് ഒരു റെഡ് കളറിൽ തന്നെ കിട്ടിയത്. പിന്നെ ഗൈസ് ഒരു വീടുണ്ട്. വീടല്ല, അത് ശരിക്കും നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ബോളിന്റെ മുകളിൽ തൂക്കിയിടുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അല്ല എന്തോ ഒരു ഫെദർ ഉണ്ട്, മാനുണ്ട്. അത് നല്ല രസമുണ്ട്. ക്രിസ്മസിന് അതേ തീമിലുള്ള സാധനമാണ്. പിന്നെ ഇതൊരു കുഞ്ഞു ക്ലോക്ക് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് അലാറം വെക്കാൻ പറ്റുന്നില്ല, വെക്കാൻ പറ്റുന്ന കുഞ്ഞു ക്ലോക്ക് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഞാൻ കുറെ ഓടിയിട്ടുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് നല്ലോണം പ്ലാൻ ചെയ്തിട്ട് ഓരോന്ന് വാങ്ങാൻ പറ്റി ഗൈസ്. എനിക്ക് ആയിക്കോട്ടെ കുറച്ച് പൈസ എന്തേ ഉള്ളൂ ബാക്കി. ഒരു 60 രൂപ 20 രൂപ അങ്ങനെ എന്തേ ഉള്ളൂ എനിക്ക് ബാക്കി. മുട്ടായിയോ ബാക്കി ഇപ്പൊ എല്ലാവർക്കും ഒരുവിധം മനസ്സിലായിട്ടോ? ഒരുവിധമല്ല, മനസ്സിലായി എനിക്ക് ആരെ കിട്ടിയെന്നുള്ളത്. എന്തായാലും വെറുതെ കണ്ണടച്ചത് രസത്തിന് വേണ്ടി ഞാൻ കണ്ണടക്കിട്ടല്ലോ. അടയ്ക്കണമെന്നില്ല, വേണമെങ്കിൽ ഞാൻ അടയ്ക്കുന്നില്ല. വലിയ ഗിഫ്റ്റ് എന്തോ ആണെങ്കിൽ ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് കിട്ടിയത് എന്റെ ശ്രീയുടെ തന്നെയാണ്. എന്താണ് രസമുണ്ട്, വേഗം തുറന്നാ മതി. ഞാൻ വളരെ ക്രിസ്മസിനാണ്. വയലിനോ? വയലിൻ ഇതൊക്കെ റൂമിൽ വെക്കാലോ. ഈ ക്രിസ്മസ് കഴിഞ്ഞ വരെ റൂമിൽ വെക്കാൻ പറ്റുന്ന ഒരു ലെവലിലുള്ള ക്രിസ്മസ് ട്രീ ആയിട്ട് ഞാൻ വാങ്ങി കൊടുത്തത്. നല്ല രസമുണ്ട്. ചെറുത്തല്ലേ? ഈ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം. ഇത് എനിക്ക് ഇഷ്ടമായി. ഇത് മറ്റേ നേർമേലുള്ള ക്രിസ്മസ് ട്രീയിൽ എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ബാക്കിയുള്ള കൂടെ നോക്കി എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. എന്നാ ബാക്കിയുള്ള ഈ പണികളൊക്കെ ഈ ബാക്കി നോക്കി. അടുത്തത് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് കൊറേ അത് പർപ്പിൾ കളറിന് മാത്രമേ അപേക്ഷിച്ച് ഞാനൊരു ഹെയർ ബാൻഡ് വാങ്ങിച്ചത്. ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ളത്. ഇനി ഞാൻ അടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഇത് മറ്റേ മിസ്റ്റർ ബീനിലൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പൊതിയുന്ന പോലെ നല്ല രസമുണ്ട്. ഈ സ്കൂളിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന അതേ ഒരു ഫീല്. പക്ഷെ അപ്പോഴൊക്കെ ഒന്നേ കിട്ടുള്ളൂ. ഇത് കുറെ ഗിഫ്റ്റുകളുണ്ട്. ഷൂന്റെ ക്യാൻഡിലോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ശ്രീന്റെ റൂമിലാണ് ക്രിസ്മസ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പോകുന്നത് ഞാൻ റൂമിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതാണ്.
ഇനി ഈ ഒരൊറ്റൊന്ന് മാത്രമേ ഗൈസ് ബാക്കിയുള്ളതും കൂടെ ഞാൻ ഓപ്പണിങ് ഇട്ട്. ഇതിലൊന്നും അത്ര ഒരു സംഭവമല്ല, ഇതിലേക്ക് വേണ്ട ഒരു സാധനം അത്ര ഞാൻ നോക്കട്ടെ. ലൈറ്റ് ക്രിസ്മസ് ട്രീ കൊടുക്കുന്ന സമയത്ത് ലൈറ്റ് കൊടുക്കണല്ലോ. അപ്പൊ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിൽ ലൈറ്റ് ഒക്കെ വെച്ച് മൊത്തത്തിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നല്ല രസമല്ലോ. മൾട്ടി കളറാ. ഞാൻ ഒന്ന് കത്തിച്ചോക്കട്ടെ. അല്ലെങ്കിൽ ലൈറ്റോട്ട് തറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിലേ ലൈറ്റ് ആണ്. ഇതിന്റെ ഒരു കുറവ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നോക്ക്, ഇവിടെ നോക്ക്, അതൊക്കെ നല്ല രസമുണ്ട്. ക്രിസ്മസ് ട്രീ നോക്ക്, നല്ല രസമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, ഇതിന് 540 രൂപയാണ്. പിന്നെ കുഞ്ഞു മെഴുകുതിരില്ല, അതിന് 50 രൂപയായിരുന്നു. പിന്നെ ഹെയർ ബാൻഡിന് 150 രൂപ. പിന്നെ ലൈറ്റിന് അതേപോലെ എന്തോ ഒരു പൈസയാണ്. ബാക്കി എനിക്ക് 150 രൂപ ഉണ്ട്. അതിന് ഞാൻ മുട്ടായി ഗൂഗിൾ പേ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഗൈസ്, ഇന്ന ആർക്കാ കിട്ടിയത്. സല്ലിക്ക് എനിക്ക് കാത്തിക്കാൻ വയ്യ. ഇവരൊക്കെ കിട്ടി. എനിക്ക് ഇത് നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് ഓക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാം. അതുവരെ ഉള്ള നമ്മൾ ഇതോടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് ഈ ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിന്റെ മുകളിൽ ലൈറ്റ് സെറ്റ് ചെയ്ത് നല്ല രസമില്ലേ? നല്ല രസമുണ്ട്. അതിന്റെ മുകളിൽ ഇനി ആ ബൾബും കാര്യങ്ങളൊക്കെ കൂടെ വെച്ച് കൊടുത്താലും ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കട്ടെ. നമ്മളത് ലൈറ്റ് ഓഫ് ആക്കിയപ്പോ ഈ ക്രിസ്മസ് ട്രീ നോക്കി എന്ത് രസാ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിന്റെ റൂമിന്റെ ഒരു സൈഡില് ഇങ്ങനെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ട് എന്റെ റൂമിൽ വെക്കും. ഇനി എനിക്ക് കാത്തിക്കാൻ പറ്റില്ല. അങ്ങനെ എന്റെ ക്രിസ്മസ് ഫ്രണ്ട് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാണ് ഗൈസ്. മെല്ലെ 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 വെക്കണം. നല്ല ഗിഫ്റ്റ് റാപ്പ് നല്ല പേപ്പർ ഇട്ട റാപ്പിങ്ങിന്റെ. അതും ക്രിസ്മസ് തീമിന്റെ സ്റ്റാർ മൊത്തം. മെല്ലെ തുറക്കാൻ എന്ത് പൊട്ടും. മെല്ലെ തുറക്കണം, മെല്ലെ തുറക്കണം. മതിയോ? വലിയ ബോക്സ് ഒക്കെയാണ്. നല്ല നല്ല അടിപൊളി ബോക്സ്. ഇത് വീട്ടിലത്തെ ബോക്സ് അല്ലേ? ഇതിന് കൊറേ എഴുതിട്ടാ പിന്നെ ബാക്കി എന്താ നോക്കട്ടെ. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇത് കണ്ടോ, സ്നോമാൻ ഒക്കെ നോക്കി. കളറുള്ള സ്നോമാൻ നമുക്ക് ഇവിടെ വെക്കാം. ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടമായോണ്ട് വാങ്ങി തന്നാണ്ട് പാവം നല്ല സല്യൂ. ഇനി അടുത്തത് ശ്യാമിനെ കണ്ടതാണ്. ഇത് നമ്മൾ ഒരു സ്ഥലത്ത് നിർത്താണല്ലോ. രണ്ടുപേരും അറിയാതെ അങ്ങോട്ട് കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി അടുത്ത് അതെന്താ സംഭവം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കോഫി, ഒരു സ്പൂണും ഉണ്ട്, കപ്പും ഉണ്ട്, അതിന്റെ കൂടെ സ്പൂണും ഉണ്ട്. എനിക്ക് ഇഷ്ടമായത്. നല്ല രസമുണ്ട് ഇത് കാണാൻ ഗൈസ്. ഞാൻ ഇതിലായിരിക്കും ഇനി മുതൽ കാപ്പി കുടിക്കാൻ പോകും. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കാക്കത്തിൽ ഒരു സാധനം വെച്ചിട്ട് അത് എനിക്ക് മാത്രം വെച്ചതാണ്. എനിക്ക് കിട്ടിയ ഹാമറാണ് ഗൈസ്. ഇത് ടോപ്ലറോൺ അല്ലേ? ഇതെല്ലാം കൂടെ 1000 ഒതുങ്ങി. ഞാൻ കണക്ക് കൂട്ടിയിട്ട് ഞാൻ ഇത് തരുന്നു. ഇത് 199 ഉള്ളൂ. ഈ ലൈറ്റ് എനിക്കല്ലേ? ഞാൻ ക്രിസ്മസ് തീമിലാക്കി ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി എന്തൊരു കഷ്ടമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അല്ല, എനിക്ക് മാത്രമാണ്. 1 2 3 4 5 6 എല്ലാ ഗിഫ്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഇനി ഇതിന്റെ വില ഒക്കെ ഒന്ന് പറഞ്ഞാ കറക്റ്റ് ആയിട്ട് 1000 ഒതുങ്ങിയോ എനിക്ക് നോക്കണം. ഈ ന്യൂട്രൽ ആക്ച്വലി 399 ആണ്. പക്ഷെ ഇപ്പൊ നെസ്റ്റോയിൽ ഓഫർ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് 299 കിട്ടി. ഇപ്പൊ 300 കപ്പ് 300 600. ഇത് രണ്ടും കൂടി 100 കിട്ടി. പിന്നെ കാർഡിന് 30 റുപ്പീസ്. 600 700 730 എന്തായാലും 1000 കൊണ്ട് 200. അപ്പൊ 930. പിന്നെ റൈസ് ലൈറ്റും. ഓക്കെ, അപ്പൊ കറക്റ്റ്. ഞാൻ വിചാരിച്ച ന്യൂട്രലൊക്കെ ഏറ്റവും കൂടുതൽ ലാഭിച്ചത് ഞാനാ. 150. അതിനൊക്കെ മൈൻഡ് തിരിച്ചു കൊടുക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാല് വീട്ടിലിരുന്ന മാതിരി അച്ഛനും അമ്മയും മക്കളൊക്കെ വെറുതെ അങ്ങോട്ടും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം കൂടെ അങ്ങോട്ടും കൂടി മേടിച്ചു. നല്ല രസമാണ്. ചലഞ്ച് ഇത്രേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ഉണ്ടാകുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ ശ്രീലക്ഷ്മി, ഷാമിയ, സഞ്ജിത.